എല്ലാ ജീവജാലങ്ങളും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്തിന് അതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മനുഷ്യർ, അതിൽ തന്നെ സ്ത്രീകൾ എല്ലാ കാലഘട്ടത്തിലും അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾക്കെതിരെ ഒറ്റയായിട്ടും കൂട്ടായിട്ടും ഒക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സമരങ്ങളുടെ ഒരു തുടർച്ചയാണ്. ചിലത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, ചിലതൊന്നും അറിയാതെ പോയിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഒരു സമരങ്ങളുടെ ഒരു കൂട്ടായ പ്രതികരണങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനം, അന്തർദേശീയ വനിതാ ദിനം വരെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ 1857 മറ്റേ വ്യവസായ തൊഴിലാളി സ്ത്രീകളുടെ സമരം എന്നൊക്കെ അത് പറയുന്നു. അതല്ലെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള പല ജർമ്മനിയിൽ നടന്നിട്ടുള്ള സമരങ്ങൾ, അമേരിക്കയിൽ നടന്നിട്ടുള്ള, ന്യൂയോർക്കിൽ, ഇങ്ങനെ ചില സമരങ്ങളെ നമ്മൾ ബന്ധപ്പെടുത്തി പറയുകയും സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നും അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതും ഒരു ബോധ്യപ്പെടുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് 1975 മുതൽ നമ്മൾ അന്തർദേശീയ വനിതാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പൗരാവകാശങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നും അത് ഇപ്പോൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്, അത് തിരുത്തേണ്ടതാണ് എന്നുള്ള ബോധത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 95 നമ്മൾ 1975 നമ്മൾ ഇത് കൊണ്ടാടുന്ന സമയം, അല്ലെങ്കിൽ ഇത് തുടങ്ങുന്ന സമയത്തേക്കാൾ കുറെ കൂടി സങ്കീർണമാണ് ഇന്ന് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത്. സ്ത്രീകൾക്ക് നേരെയല്ല, മൊത്തത്തിൽ മനുഷ്യർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അന്നത്തേക്കാൾ സങ്കീർണമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സാധാരണ കേട്ട് വളർന്നിട്ടുള്ളൊരു കാര്യമാണ്, പണ്ടൊക്കെ ദാരിദ്ര്യം വരുമ്പോൾ പോയിട്ട് ഒരു വേളി കഴിക്കും, അപ്പോൾ വേളിപ്പണം കിട്ടും. എന്നുവെച്ചാൽ സ്ത്രീധനത്തിന് വേണ്ടി ഒരു വേളി കഴിക്കുകയും അത് ഉപയോഗിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്തതാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം അത് തെറ്റാണെന്നുള്ളത്. അത് തെറ്റാണെന്ന് അറിയുകയും സ്ത്രീധനത്തിനെതിരെ സ്ത്രീകൾക്ക് സ്വത്തവകാശം, അവരുടെ സ്വത്തവകാശം അവർക്ക് തീരുമാനിക്കപ്പെടുകയും അതുപോലെ സ്ത്രീധനം എന്നുള്ളത് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു വളർച്ചയാണ്, അതൊരു വലിയൊരു മാറ്റമാണ്, പുരോഗമനമാണ്. പക്ഷേ ഈ സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും വിവാഹം നടക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ വരികയോ, അതല്ലെങ്കിൽ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു, ഡൈവോഴ്സ് നടക്കുന്നു, കൊല ചെയ്യപ്പെടുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു, അനാഥരാകുന്നു, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് സമൂഹത്തിൽ പിന്നെയും നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാ രംഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണം എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇത് സ്ത്രീകളുടെ പ്രശ്നത്തിന് മാത്രമല്ല കേട്ടോ, എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ദരിദ്രരും കറുത്തവരും അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പല വിഭാഗത്തിൽപ്പെട്ട പദവി കുറഞ്ഞവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. അവരുടെ ജീവിതം കൂടുതൽ സങ്കീർണമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഓരോ വിഭാഗത്തിനും, ഇപ്പം ദളിതായാലും സ്ത്രീകളായാലും അതല്ലെങ്കിൽ ആദിവാസികളായാലും കറുത്തവരായാലും ഇവർ ഓരോ വിഭാഗത്തിനും സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ അറിയുകയും അതിനെതിരെ അവരുടേതായിട്ടുള്ള കൂട്ടായ്മകൾ വരികയും ഈ പ്രശ്നങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരികയും ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് മാറ്റാനുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ തന്നെ ഇത് ഏതെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളുടെ പ്രശ്നം സ്ത്രീകൾക്ക് മാത്രം മാറ്റാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കണമെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം, ജനാധിപത്യ ബോധമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ട്. ഇപ്പം നമ്മുടെ തൊട്ട് മുമ്പിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത്, അത് ആശാവർക്കർമാർക്ക് മാത്രമായിട്ട് അത് പരിഹരിക്കാൻ പറ്റില്ല. അത് നടപ്പാക്കേണ്ടത് അത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി തന്നെയാണ്. അപ്പോൾ അത് നടപ്പാക്കണമെങ്കിൽ ഈ ജനാധിപത്യ ബോധമുള്ളവർ, ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ അധികാര രംഗത്ത്, അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം.
ഇത് അറിയാവുന്ന ആളുകൾ, ഇത് പരിഹരിക്കണമെന്ന് ബോധ്യമുള്ള ആളുകൾ ഭരണരംഗത്ത് വരിക എന്നുള്ളത് തന്നെയാണ്, അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു ഭാഗം. അതുപോലെ ഇപ്പോൾ ലഹരി ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ലഹരിക്കെതിരെയുള്ള ഇതാണെങ്കിലും അത് എല്ലാ വിഭാഗം ഒന്നിച്ചു നിന്ന്, ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇത് സിനിമയുടെ മാത്രം പ്രശ്നമോ നാടകത്തിൻ്റെ മാത്രം പ്രശ്നമോ രക്ഷകർത്താക്കളുടെ പ്രശ്നമോ അധ്യാപകരുടെ പ്രശ്നമോ പോലീസിൻ്റെ പ്രശ്നമോ കോടതിയുടെ പ്രശ്നമോ ഒരു ഇൻഡിവിജ്വൽ പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമല്ല. ഇത് എല്ലാവരും ചേർന്നിട്ടാണ് അതിനെ പരിഹരിക്കപ്പെടേണ്ടത്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഭരണ അധികാരവും സമ്പത്തുമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവണം. കാരണം ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ആളുകൾ. കാരണം അഴിമതിയും അക്രമവും ഉള്ള ഒരു സമൂഹത്തിൽ എത്ര നല്ല നിയമങ്ങൾ വന്നിട്ടും യാതൊരു കാര്യമില്ല, അത് പ്രയോജനപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രയോജനപ്പെടണമെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, കഴിവുള്ള, ആത്മാർത്ഥതയുള്ള ആളുകൾ അതിൻ്റെ അധികാര രംഗത്തേക്ക് വരണം. ആ അധികാര രംഗത്തേക്ക് വരണമെങ്കിൽ ഇതിലുള്ള ആളുകൾ ഒന്നിച്ചു നിൽക്കണം, എന്നാൽ മാത്രമേ അത് വരുള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം, സ്ത്രീകൾക്ക് സവിശേഷമായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളൊരു ബോധ്യപ്പെടുകയും അത് തിരുത്താനായിട്ട്, അത് മാറ്റിയെടുക്കാനായിട്ട് ജനാധിപത്യ ബോധമുള്ള എല്ലാ ആളുകളും, കാരണം ഇതിപ്പോൾ ദളിതർ, ആദിവാസി, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, സമ്പന്നർ, പദവിയുള്ളവർ, ഇല്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് വിവിധ കമ്പാർട്ട്മെൻറ്റുകളിൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവർ എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു ജനാധിപത്യ ബോധത്തിലുള്ള ആളുകൾ അധികാരത്തിലേക്കും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിലേക്കും ഒക്കെ തന്നെ വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ ആ ഒരു കൂട്ടായ്മയെക്കുറിച്ചിട്ട് ബോധ്യപ്പെടുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വനിതാ ദിനത്തിൽ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.